കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ആന്ധ്രയിലെയും പെന്തിക്കോസ്ത് സഭകളുടെയും ബ്രദറൻ സഭകളുടെയും മുഖമുദ്രയാണ് ആഭരണവർജനം. ആഭരണവർജനം എന്ന വിഷയത്തിൽ വിട്ടുവീഴ്ചയിലേക്ക് തയ്യാറാകുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു പെന്തിക്കോസ്ത് എങ്കിൽ ഭൂരിഭാഗം ക്രിസ്ത്യാനികളും ഇന്ന് പെന്തിക്കോസ്തുകാരായി തീരുമായിരുന്നു. മുൻ തലമുറകൾ വളരെ വലിയ വില കൊടുത്താണ് പെന്തക്കോസ്തിൻ്റെ ആഭരണവർജനം കാത്തുസൂക്ഷിച്ചിരുന്നത്. വിശ്വാസികൾ ലളിത ജീവിതം നയിക്കുന്നവർ എന്ന ചിന്തയ്ക്കപ്പുറം ആശ്രയത്തിൻ്റെയും അനുസരണത്തിൻ്റെയും പഴയ മനുഷ്യനെ വിട്ട് പുതിയ മനുഷ്യനാകുന്നതിൻ്റെയും ദൈവാനുരൂപത്തിൻ്റെയും പ്രത്യക്ഷ ലക്ഷണം കൂടിയാണ് ആഭരണവർജനത്തിൻ്റെ പിൻപിലുള്ളത്. പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുടെ ആരംഭത്തിൽ സത്യസുവിശേഷം കേട്ട് അത് വിശ്വസിച്ച് അനുസരിച്ച് ഏറ്റെടുക്കുന്നവർ ആരുടെയും സമ്മർദ്ദമില്ലാതെ കെട്ടുതാലി വരെ ഊരിയെറിഞ്ഞ് സത്യവിശ്വാസം സ്വീകരിക്കുവാൻ തയ്യാറായിട്ടുള്ള ചരിത്രമാണ് പെന്തക്കോസ്ത് സഭയ്ക്ക് പറയാനുള്ളത്. ഒരു വ്യക്തിയിൽ യഥാർത്ഥ മാനസാന്തരമാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ആഭരണം ഊരുവാൻ ആരും പറയേണ്ടതില്ല. പെന്തക്കോസ്തിൻ്റെ ആരംഭത്തിൽ പിതാക്കന്മാർ അനുഭവിച്ച നിന്ദയും പീഡനങ്ങളും പരിഹാസവും വർണ്ണിക്കാനാവില്ല. ആഭരണം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ ഭവനത്തിൽ നിന്ന് ഇറക്കിവിട്ടവർ, സ്വയം ഇറങ്ങിപ്പോന്നവർ എത്രയോ പേർ. സ്വർണ്ണ തെരുവീതികളുള്ള പുത്തനാം യെരുശലേമിൽ യുഗായുഗങ്ങൾ വാസം ചെയ്യുവാൻ പോകുന്നവർ എന്തിന് കാതിലും കഴുത്തിലും 1-2 പവൻ തൂക്കുന്നു? ആ തെരുവീതിയിൽ നിത്യകാലം പരിലസിക്കുന്നതോ അരപ്പവനോ ആണോ നമുക്ക് വേണ്ടത് എന്ന ചോദ്യം പെന്തക്കോസ്തുകാർ സമൂഹത്തോട് ചോദിക്കുന്നു. ആഭരണധാരണം എന്ന വാദങ്ങളിൽ പ്രധാനമായ ഒന്ന് ഈ വാദമാണ്. ആഭരണം ധരിക്കണമായിരുന്നു എങ്കിൽ മനുഷ്യ ശരീരം സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം മൂക്കിലും കാതിലും അതിനുള്ള ദ്വാരം കൂടി ഉണ്ടാക്കുമെന്നായിരുന്നു എന്നതാണ് ഒന്നാമത്തെ വാദം. വചനാടിസ്ഥാനത്തിൽ ആഭരണവർജനത്തെക്കുറിച്ച് എന്താണ് ബൈബിൾ പറയുന്നതെന്ന് നോക്കാം. ദൈവം ഇസ്രയേലിനെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്തപ്പോൾ ഭൗതിക നന്മകൾ അവർക്ക് വാഗ്ദാനം ചെയ്തു. ആ കൂട്ടത്തിൽ ആഭരണം ധരിക്കുന്നതും ഉണ്ടായിരുന്നു. എന്നാൽ ദൈവിക ഉപദേശം മനസ്സിലാക്കാത്ത ജനം തങ്ങൾക്ക് നാശഹേതുവാകത്തക്കവണ്ണം പൊന്നുകൊണ്ട് വിഗ്രഹം ഉണ്ടാക്കിച്ചു. അങ്ങനെ ദൈവം അവർക്ക് ആഭരണം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം നിരോധിച്ചു. പുറപ്പാട് 33:3-6 വരെയുള്ള വാക്യങ്ങൾ. ലോകപ്രകാരം നന്മ അനുഭവിക്കാൻ അർഹതയുള്ള ഇസ്രയേലിന് പോലും ആഭരണം അണിയുന്നതിൽ ദൈവ നിരോധനമുണ്ടായി. അപ്പോൾ പുതിയ നിയമസഭയിലോ? ഇവിടെയാണ് ആഭരണവർജനത്തിലൂടെ ദൈവത്തോട് അനുസരണയുള്ളവരാകുന്നത്. സൗന്ദര്യം ദൈവിക ദാനമാണെന്ന് തിരുവെഴുത്ത് പറയുന്നു. ദൈവിക ദാനമായ സൗന്ദര്യത്തിലും അപ്പുറമല്ല ആഭരണം അണിയുന്നതിലുള്ള സൗന്ദര്യം. ഇതനുസരിക്കുന്നതിലൂടെ ദൈവത്തിലുള്ള ആശ്രയത്വം തെളിയിക്കപ്പെടുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞതോടുകൂടി പഴയ സംസ്കാരത്തിനും മാറ്റം വന്നു. ഇനിയും പുതിയതാണ് ആ വ്യക്തിയിൽ നിന്നും ഉടലെടുക്കേണ്ടത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ദൈവത്തിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. എഫേസ്യർ 4:22-24 വരെയുള്ള വാക്യങ്ങൾ. പുതുമനുഷ്യൻ എന്നത് ദൈവാനുരൂപമാണ്. അവന് ആഭരണാലങ്കാരത്തിൻ്റെ ആവശ്യമില്ല. യേശുക്രിസ്തുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഗലാത്യർ 5:24 വാക്യം. ക്രൂശിക്കപ്പെട്ട ശരീരത്തിൽ വൈകാരികത ഉളവാക്കുന്ന ആഭരണത്തിൻ്റെ ആവശ്യമില്ല. ആ ശരീരത്തിൽ പിന്നെ രാഗമോഹങ്ങൾക്കിടമില്ല. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കുക. തീത്തോസ് 2:13 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കരുത്. 1 പത്രോസ് 1:14-15 വരെയുള്ള വാക്യങ്ങൾ. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകേണ്ട ദൈവപൈതൽ ലോകത്തിൻ്റെ മോഹങ്ങളിൽ ഉള്ള നാശം വിട്ടോടണം. 2 പത്രോസ് 1:4 വാക്യം. യഹൂദ സംസ്കാരമനുസരിച്ച് വിവാഹിതരാകുന്നവർ വിവാഹമോതിരം ധരിക്കുന്നത് പതിവാണ്. പത്രോസ് വിവാഹിതനായിരുന്നുവെങ്കിലും തൻ്റെ കയ്യിൽ വിവാഹമോതിരം ഇല്ലായിരുന്നുവെന്ന് സുന്ദരം ദേവാലയത്തിന് മുമ്പിൽ ഭിക്ഷ അയച്ചയാളോട് പറയുന്നതിൽ നിന്നും വ്യക്തമാകുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 3:6 വാക്യം. കർത്താവെ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിക്കുന്നുവെന്ന് പത്രോസും മറ്റ് അപ്പോസ്തലന്മാരും പറഞ്ഞപ്പോൾ മുമ്പുണ്ടായിരുന്നതും നീക്കം ചെയ്യേണ്ടിയിരുന്നതുമായതൊക്കെയും അവർ നീക്കിയിരുന്നു എന്ന് കരുതാം. മാത്രമല്ല, രക്ഷിക്കപ്പെട്ട് വന്നിട്ടുള്ള വിശുദ്ധ ജനങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വിലയേറിയ വസ്ത്രം ധരിക്കുന്നതും അല്ല എന്ന് പത്രോസ് കർശനമായി വിലക്കിയിരിക്കുന്നു. 1 പത്രോസ് 3:3 വാക്യം.
പൗലോസും അതേ ഗൗരവത്തിൽ തന്നെയാണ് ഈ വിഷയത്തിൽ വിലക്ക് കൽപ്പിച്ചിരിക്കുന്നത്. 1 തീമോത്തിയോസ് 2 അധ്യായം 10 വാക്യം, സെഫന്യാവ് 1 അധ്യായം 8 വാക്യം, യെഹെസ്കേൽ 7 അധ്യായം 19 വാക്യം, ഹോശയ 2 അധ്യായം 18 വാക്യം, യെശയ്യാവ് 58 അധ്യായം 21 വാക്യം, ആവർത്തന പുസ്തകം 7 അധ്യായം 25-26 വാക്യങ്ങൾ, ഉൽപ്പത്തി 35 അധ്യായം 4 വാക്യം എന്നീ പഴയ നിയമ ഭാഗങ്ങളിലും ഇതിനെതിരായി ആഭരണവർജനത്തിന് അനുകൂലമായി പറയുന്നു. ഇനി അല്പം കൂടി നമുക്ക് ആഴത്തിൽ പഠിച്ചാൽ ആഭരണം ധരിക്കുന്നത് എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിന് അലങ്കാരത്തിന് വേണ്ടി എന്ന് യെശയ്യാവ് 3 അധ്യായം 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലും 1 തീമോത്തിയോസ് 2 അധ്യായം 9-10 വാക്യങ്ങളിലും പറയുന്നു. യിരെമ്യാവ് 4 അധ്യായം 30 വാക്യത്തിൽ സൗന്ദര്യത്തിന് വേണ്ടി എന്ന് പറയുന്നു. ഡംഭത്തിന് വേണ്ടി എന്ന് യെഹെസ്കേലിൽ 7 അധ്യായം 20 വാക്യം പറയുന്നു. ദുശാഠ്യമുള്ളവരാണ് ആഭരണം ധരിക്കുന്നതെന്ന് പുറപ്പാട് 33:3-5 പറയുന്നു. പിന്മാറ്റക്കാരാണ് ആഭരണം ധരിക്കുന്നതെന്ന് ഹോശയ 2 അധ്യായം 13 വാക്യം പറയുന്നു. കുണുക്ക് ധരിക്കുന്നവൻ അന്യദേവനെ ധരിക്കുകയാണെന്ന് ഉൽപ്പത്തി 35 അധ്യായം 1 മുതൽ 4 വരെ പറയുന്നു. എന്താണ് ആഭരണം ധരിക്കുന്നത് കൊണ്ടുള്ള ദോഷം എന്ന് നമുക്ക് നോക്കാം. 1. ദൈവകൽപ്പന ലംഘിക്കുകയാണ്. 1 തീമോത്തിയോസ് 2 അധ്യായം 9-10 വാക്യങ്ങൾ, 1 പത്രോസ് 3 അധ്യായം 3 വാക്യം. 2. പരസംഗം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ദൈവത്തെ വിട്ടുമാറുന്നതിന് കാരണമാകാം. യെഹെസ്കേൽ 16 അധ്യായം 15-17 വാക്യങ്ങൾ, 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 3. ശിക്ഷാവിധി ഉണ്ടാകും. യെശയ്യാവ് 16 അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. 4. ആഭരണധാരികളുടെ നടുവിൽ ദൈവം നടക്കുകയില്ല. പുറപ്പാട് 33:5. സംഹരിക്കപ്പെടും. പുറപ്പാട് 33:5. അന്യന്മാർക്ക് കവർച്ചയായിത്തീരും. യെഹെസ്കേൽ 7 അധ്യായം 21 വാക്യം. 7. ദുഷ്ടന്മാർക്ക് കൊള്ളയായിത്തീരും. യെഹെസ്കേൽ 7 അധ്യായം 21 വാക്യം. 8. പൊന്നും വെള്ളിയും ന്യായവിധി ദിവസത്തിൽ എതിരെ നമുക്ക് സാക്ഷിയാകും. ദരിദ്രരെ സഹായിക്കാത്തത്. യാക്കോബ് 5:3. തീ പോലെ ജഡത്തെ തിന്നുകളയും. യാക്കോബ് 5:3. പൊന്നും വെള്ളിയും ശപഥാർപ്പിത വസ്തുക്കളാണ്. യോശുവ 6:18. 11. യഹോവയുടെ കോപ ദിവസത്തിൽ വിടുവിപ്പാൻ കഴിയുകയില്ല. യെഹെസ്കേൽ 7 അധ്യായം 19 വാക്യം. 12. വിശപ്പടങ്ങുകയില്ല. യെഹെസ്കേൽ 7:19. 13. വയറു നിറയുകയുമില്ല. യെഹെസ്കേൽ 7:19. 14. പൊന്ന് മലം പോലെയാകും. യെഹെസ്കേൽ 7 അധ്യായം 19 വാക്യം. 15. പൊന്ന് എറിഞ്ഞുകളയും. യെഹെസ്കേൽ 7 അധ്യായം 19 വാക്യം. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ആഭരണം ധരിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. മേൽപ്പറഞ്ഞ ബൈബിൾ വചനങ്ങൾ വെച്ച് തന്നെ നാശത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കാനാണ് ഒരാൾ ആഭരണം വർജനം നടത്തുന്നത്. അലങ്കാരം പൊന്നണിയുന്നതിലല്ല എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിനാൽ യേശുവിൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തി അഴിഞ്ഞുപോകുന്ന വെള്ളിയും പൊന്നും ധരിക്കേണ്ടതില്ല. 1 പത്രോസ് 1 അധ്യായം 8 വാക്യം. യേശുവിൻ്റെ അപ്പോസ്തലന്മാർക്ക് വെള്ളിയും പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 3:16. അനേക സഹോദരന്മാർ ദാരിദ്ര്യവും കഷ്ടതയും അനുഭവിക്കുമ്പോൾ യേശുവിൻ്റെ ശിഷ്യൻ വിലയേറിയ പൊന്നാഭരണങ്ങൾ അണിഞ്ഞു നടക്കുന്നത് പാപമാണ്. ലാവണ്യവും വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമെന്ന് ബൈബിൾ പ്രസ്താവിക്കുന്നതിനാൽ പൊന്നണിഞ്ഞ് സൗന്ദര്യം വരുത്തേണ്ടതിൻ്റെ ആവശ്യമില്ല. സദൃശവാക്യങ്ങൾ 31:30, യിരെമ്യാവ് 4 അധ്യായം 30. വിശുദ്ധിയിൽ ആരാധിപ്പാൻ. ഉൽപ്പത്തി 35 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. പൊന്നും വെള്ളിയും പൊടി പോലെ ഉപേക്ഷിച്ചാൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ. ഇയ്യോബ് 22:24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. സർവശക്തൻ പൊന്നും വെള്ളിയും വാളുമായിരിക്കും. അന്ന് സർവശക്തനിൽ പ്രമോദിക്കും. ദൈവം പ്രാർത്ഥന കേൾക്കും. നിരൂപിക്കുന്ന കാര്യം സാധിക്കും. ദൈവം നടുവിൽ വസിപ്പാൻ, വഴികളിൽ വെളിച്ചം പ്രകാശിപ്പാൻ, ദൈവത്തിൻ്റെ വഴി അറിയുവാൻ. പുറപ്പാട് 33:5.
ഒരു ക്രിസ്ത്യാനി മറ്റുള്ളവർക്ക് സകലത്തിലും മാതൃക കാണിക്കേണ്ടവനാകിയാൽ 1 തീമോഥെയോസ് 4:12 ആഭരണം ധരിക്കുന്നത് യോഗ്യമല്ല. ക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയായ ഒരാൾ ലോകക്കാരെ പോലെ ആഭരണം ധരിച്ച് നടക്കുന്നത് യോഗ്യമല്ല. ലോകത്തിൻ്റെ വെളിച്ചമായ ഒരു ക്രിസ്ത്യാനി ആഭരണം ധരിക്കുന്ന വിഷയത്തിലും മറ്റുള്ളവർക്ക് വഴികാട്ടിയായി തീരണം. തങ്കനിർമ്മിതമായ പുതിയ യെരുശലേമിൽ വസിക്കും എന്ന് പ്രത്യാശയുള്ള യഥാർത്ഥ ക്രിസ്ത്യാനി ഈ ഭൂമിയിൽ പൊന്നു ധരിച്ച് നടക്കുവാൻ ആഗ്രഹിക്കുകയില്ല. ആഭരണം അനുവദിച്ചാൽ അനേകർ പെന്തക്കോസ്തു സഭകളിൽ ചേരുവാൻ മുൻപോട്ട് വരും. എന്നാൽ അവരുടെ അന്തരംഗത്തിൽ പരിവർത്തനമുണ്ടായത് മൂലം ആയിരിക്കണമെന്നില്ല. ആഭരണമൂരിയുള്ള സ്നാനം എനിക്ക് വേണ്ട എന്ന് പറയുന്നവർക്ക് യേശുവിനെ ധരിക്കുന്നതിനേക്കാൾ പ്രിയം ആഭരണം ധരിക്കുന്നതാണെങ്കിൽ അവർക്ക് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ദർശനം എത്രമാത്രം എന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. പെന്തക്കോസ്തു പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.